സാറേ, ഹമാസിന്റെ ഗസയിലെ നിലവിലുള്ള തലവനെന്നറിയപ്പെടുന്ന മുഹമ്മദ് സിൻവർ, യഹ്യ സിൻവറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു. IDF ഇപ്പോൾ സ്ഥിരീകരിച്ചു. വമ്പൻ നീക്കമല്ലേ അത്? അതായത് യഹ്യ സിൻവർ കഴിഞ്ഞ ഒക്ടോബറിൽ മറ്റേ യഹ്യ സിൻവർ മരിക്കുന്നതൊക്കെ വളരെ പ്രശസ്തല്ലേ? ഡ്രോണിനെ പുള്ളി വടിയെടുത്ത് അടിക്കാൻ പോകുന്നതൊക്കെ. അപ്പോൾ യഹ്യ സിൻവർ അവിടെ പ്രാദേശികമായിട്ട് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഈ ഖാൻ യൂനിസിലാണ് ഇവര് ജനിച്ചിരുന്നതൊക്കെ. അപ്പൊ ആ ഖാൻ യൂനിസ് ഭാഗത്തുമൊക്കെ അങ്ങനെ ഏത് വീട്ടിലൊക്കെ കയറി ഒളിച്ചിരിക്കാവുന്ന ആളുകളൊക്കെ ആയിരുന്നു. ഈ സാധാരണഗതിയിൽ ഈ ഹമാസിന്റെ ഒക്കെ ഏത് ഭീകരണം നോക്കിയാലും ഇവര് ജനിച്ചത് ഏതെങ്കിലും ഒരു അഭയാർത്ഥി ക്യാമ്പിലായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് യഹ്യ സിൻവറും ഈ ഇളയ സഹോദരൻ ഇപ്പൊ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവറും ഒക്കെ ജനിച്ചത്. അപ്പോൾ യഹ്യ സിൻവർ മരിച്ച ശേഷം അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങളും ഇയാൾ നേരത്തെ ഈ പട്ടാള കാര്യങ്ങളാണ് നോക്കിയിരുന്നത്. യഹ്യ സിൻവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ പട്ടാള കാര്യവും രാഷ്ട്രീയ കാര്യവും ഒക്കെ ഹമാസിലെ മേധാവി എന്ന് പറയാവുന്ന സ്ഥാനത്താണ് ഇരുന്നത്. അപ്പോൾ കുറെ കാലത്തിന് ശേഷം ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, ഇതിനു മുമ്പ് ഇസ്രയേല് ഒരു ഡസൻ തവണയെങ്കിലും ഇയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്യാൻ മുഹമ്മദ് സിൻവറിനെ. കാരണം ഒരേ കുടുംബത്തിലുള്ളത് കൊണ്ട് ഒരു കുടുംബ നടത്തിപ്പ് എന്നുള്ളതിലേക്ക് നടന്നു പോവുമായിരുന്നല്ലോ. യഹ്യ സിൻവറിനെ പോലെ ഇയാളെയും പലതവണ കൊല്ലാനായിട്ടുള്ള വധശ്രമങ്ങൾ നടത്തിയിരുന്നതാണ്. ഇപ്പോഴാണത് ശരിയായി വരുന്നത്. അപ്പോൾ ഇപ്പോൾ കൊല്ലപ്പെട്ടത് അണ്ടർഗ്രൗണ്ട് കമാൻഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഈ യൂറോപ്യൻ ഹോസ്പിറ്റൽ, ഗാസയില് യൂറോപ്യൻ ഹോസ്പിറ്റലിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ ഭൂഗർഭത്തിൽ ടണലും നിലവറയൊക്കെയായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ആണ് IDF-ഉം ഷിൻബത്തും കൂടി ആക്രമണം നടത്തിയത്. ഷിൻബത്ത് എന്ന് പറഞ്ഞാൽ മൊസാദ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് ചാരപ്രവർത്തനം നടത്തുന്ന സംഘടന. ഷിൻബത്ത് എന്ന് പറയുമ്പോൾ പട്ടാളത്തിന്റെ കൂടെയൊക്കെ നടത്തുന്ന ആഭ്യന്തര ചരസംഘടനയാണ് ഇസ്രയേലിന്റെ. അപ്പൊ ഷിൻബത്തും IDF ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ്, പട്ടാളവും ഷിൻബത്തും കൂടി നടത്തിയ ആക്രമണത്തിൽ 26 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് നിലവറയിൽ. അപ്പൊ അതില് ഒരാള് മുഹമ്മദ് സിൻവർ ആണ് എന്നിപ്പോൾ സ്ഥിരീകരിച്ചു. 13-ാം തീയതി ആയിരുന്നു ഈ ആക്രമണം നടന്നത്. അപ്പോ ഇയാള് ഒളിവിൽ കഴിയുകയായിരുന്നു ഈ ആശുപത്രിയുടെ നിലവറയിൽ. ആശുപത്രി എന്നൊക്കെ പണിതിരിക്കുന്നതും ഒക്കെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അവരുടെ ബങ്കറുകളായിരിക്കും അല്ലേ ഭീകരവാദികൾ? ആശുപത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആക്രമിക്കാത്ത സ്ഥലങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ആശുപത്രികളിലൊക്കെ ഈ വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ഭീകരവാദികളാണ് മറ്റേ സംഗതി മുഴുവൻ കൈകാര്യം ചെയ്തു പോകുന്നത്. മാത്രമല്ല, എപ്പോഴെങ്കിലും പരിക്ക് പറ്റിയാലും അവിടെ അങ്ങ് കിടന്നാൽ മതിയല്ലോ, അല്ലേ? ആക്രമണത്തിൽ പരിക്ക് പറ്റിയാലും അവിടെ തന്നെ കിടന്നാൽ മതി. കൊല്ലപ്പെട്ടാൽ ജഡമായിട്ടും അവിടെ തന്നെ കിടക്കാം. മോർച്ചറിയിലേക്ക് അധികം ദൂരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഹമാസിലെ റാഫ ബ്രിഗേഡ് കമാൻഡർ മുഹമ്മദ് ഷബാനയും കൂട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ഷബാന ഹമാസിലെ റാഫ ബ്രിഗേഡ് കമാൻഡർ. അപ്പോൾ ഒരു പട്ടാള മേധാവിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ യഹ്യ സിൻവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പട്ടാള വിഭാഗം കൂടി ഏറ്റെടുക്കുകയാണ് ചെയ്തത്, മുഹമ്മദ് സിൻവർ. അപ്പോൾ ആ സമയത്ത് വേറെയും ഈ ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്മയിൽ ഹാനിയെ കൊല്ലപ്പെട്ടു. മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടു. സിറിയയിലേക്കൊക്കെ ഒളിച്ചു കിടന്ന ആളുകളൊക്കെ കൊല്ലപ്പെട്ടു. നിരന്തരം കൊലപാതക വാർത്തകൾ, ഇസ്രയേല് കൊലപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇയാളുടെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്രാഹിം ഹസൻ അൽ സിൻവർ എന്നാണ്. മുഹമ്മദ് ഇബ്രാഹിം ഹസൻ അൽ സിൻവർ. ഇതിൻ്റെ പട്ടാള വിഭാഗം ഹമാസിന്റെ ഇസൽ ദീൻ അൽ ഖുസം, അത് ആ ബ്രിഗേഡ്സ്, ഇസൽ ദീൻ അൽ ഖസം ബ്രിഗേഡ്സ്, അതിൻ്റെ ഹമാസിലെ മേധാവി ആയിരുന്നു. ഖാൻ യൂനിസ് ക്യാമ്പിലാണ് ജനിച്ചത്. ഇസ്രയേൽ ജയിലുകളിലും പലസ്തീൻ അതോറിറ്റി ആണല്ലോ
ഈ പലസ്തീൻ ഭരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീൻ അതോറിറ്റിയുടെയും ജയിലുകളിൽ 1990കളിൽ കഴിഞ്ഞിരുന്ന ആളാണ്. പലസ്തീൻ അതോറിറ്റിയുടെ റമല്ലയിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ആളാണ്. 2005 ആണ് ഖാൻ യൂനിസ് ബ്രിഗേഡിൽ ചേരുന്നത് ഹമാസിന്റെ. അത് കഴിഞ്ഞ് ഒരുപാട് ആ കാലത്ത് ഇസ്രയേൽ ഇയാളെ കൊല്ലാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. 1975 സെപ്റ്റംബർ 16 ജനിച്ചത്. അപ്പോൾ 45 വയസ്സ് അല്ലേ ഉണ്ട്. ആക്ലോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 1948 ഇസ്രയേൽ അറബ് യുദ്ധത്തിനെ തുടർന്ന് പലായനം ചെയ്തതാണ് ഈ സിൻവർ കുടുംബം. പലായനം ചെയ്ത് ഇവിടെ എത്തിയതാണ്. 1991 മുഹമ്മദ് സിൻവർ ഹമാസിൽ ചേരുന്നത്. 1991 അറസ്റ്റിലായി. 1 വർഷം ഇസ്രയേലിൻ്റെ തടവിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് റമല്ലയിൽ അറസ്റ്റ് ചെയ്തു പലസ്തീൻ അതോറിറ്റി. അവിടെ കടന്നു. പൊതുവെ ഇയാൾ ഹൈ പ്രൊഫൈലൊന്നുമില്ല, വലുതായിട്ട് അങ്ങനെ അറിയപ്പെടാതെയൊക്കെ ചെറുതായിട്ടൊക്കെ നടന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇയാളെ ഷാഡോ എന്നാണ് വിളിക്കപ്പെടുന്നത്. നിഴൽ, ഷാഡോ എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് ഇയാൾ. 2006 ഗിലാദ് ഷലിൻ എന്ന് പറഞ്ഞ ഒരാളെ റാഞ്ചി കൊണ്ടുപോയി. ഗിലാദ് ഷലിനെ റാഞ്ചി കൊണ്ടുപോയതിന് നേതൃത്വം കൊടുത്തത് ഈ മുഹമ്മദ് സിൻവറാണ്. അങ്ങനെ ഗിലാദ് ഷലിനെ റാഞ്ചി കഴിഞ്ഞപ്പോൾ 2011 1027 തടവുകാരെ ഇസ്രയേൽ റിലീസ് ചെയ്തു. 1027 തടവുകാരന്. ഒരാളെ റാഞ്ചി കൊണ്ടുപോയാൽ ധാരാളം ആളുകളെ വിടണമല്ലോ, ഇപ്പോഴും അങ്ങനെയാണല്ലോ. 1027 തടവുകാരെ വിട്ടപ്പോൾ അതിൽ വിട്ടയച്ച ആളാണ് യാഹ്യ സിൻവർ എന്ന് പറഞ്ഞാൽ അനുജൻ. ഒരാളെ റാഞ്ചി കൊണ്ടുപോയി 1200 പേരെ 27 പേരും മോചിപ്പിച്ചു. ആ മോചിപ്പിച്ചവരിൽ ഒരാളായിരുന്നു യാഹ്യ സിൻവർ. യാഹ്യ സിൻവർ ഇസ്രയേൽ തടവിൽ കഴിഞ്ഞിരുന്ന ആളാണ്. ഈ ഓപ്പറേഷനൊക്കെ ഇയാളാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2021 ഇയാൾക്കെതിരെ ഇസ്രയേലിലെ 6 വധശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് 4 കൊല്ലം മുമ്പ്. 2014 ഇയാള് ചത്തുപോയി എന്ന് കരുതിയിരുന്നതാണ്. അങ്ങനെ വാർത്തകളും വന്നിരുന്നു 2014. പക്ഷെ ഇയാള് തുരങ്കങ്ങളിലൊക്കെ കഴിയുകയായിരുന്നു എന്ന് പിന്നീട് വെളിപ്പെട്ടു. 2022 ഇയാൾ അൽ ജസീറയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അൽ ജസീറയാണല്ലോ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചാനലും ഒക്കെ. അപ്പോൾ അതിൽ അയാൾ പറഞ്ഞു, എന്നെ പൊതുവെ ആരും അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട്. ഇയാളുടെ ബാപ്പയുടെ മയത്തിന് ശേഷമുള്ള ഈ വിലാപയാത്രയിലും പങ്കെടുത്തില്ല, മയത്ത് നമസ്കാരത്തിലൊന്നും പങ്കെടുത്തില്ല. എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയണ്ട, ചിത്രമൊന്നും എടുക്കണ്ട എന്നുള്ളത് കൊണ്ട്. ആ അഭിമുഖത്തിൽ തന്നെ മുഹമ്മദ് സിൻവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വെള്ളം സാധാരണ കുടിക്കുമല്ലോ ദാഹമൊക്കെ വരുമ്പോൾ, അതിനേക്കാൾ എളുപ്പമാണ് ടെൽ അവീവിലേക്ക് റോക്കറ്റുകൾ അയക്കുക എന്നുള്ളത്. ചിന്ത ആ രീതിയിലാണ് പോകുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ ജിഹാദികളാണല്ലോ. അപ്പോൾ ഇതാണ് ഇസ്ലാമിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ദൗത്യം. പച്ചവെള്ളം കുടിച്ച് ദാഹമായെത്തുന്നതല്ല, ആ സമയത്ത് ഒരു റോക്കറ്റ്. സമയം കളയാനില്ല, വെള്ളം കുടിക്കുന്ന സമയം നഷ്ടപ്പെടുത്തരുത് ജിഹാദിന് വേണ്ടി. അതുകൊണ്ട് എന്ന് ഈ അഭിമുഖത്തിൽ ഇയാൾ പറഞ്ഞിരുന്നു. 2023 ഒക്ടോബർ 7 ആക്രമണം നടന്നത്. യാഹ്യ സിൻവറുടെ നേതൃത്വത്തിലാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടന്നത്. ആ ആക്രമണത്തിലും ഇയാൾക്ക് നേതൃത്വം ഉണ്ടായിരുന്നു മുഹമ്മദ് സിൻവറിന്. എന്ന് പറഞ്ഞാൽ അനുജന്റെ കർത്തവ്യം എന്നുള്ള നിലയ്ക്ക് ഭീകര പ്രവർത്തനത്തിലും സപ്പോർട്ടൊക്കെ ചെയ്ത് നിർവഹിച്ചുകൊണ്ടിരുന്നു. ഇയാളുടെ തലയ്ക്ക് $3 ലക്ഷം തലയ്ക്ക് വിലയിട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 16 യാഹ്യ സിൻവർ കൊല്ലപ്പെട്ടത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇയാളുടെയും കാര്യങ്ങളായി മെയ് 13 ഇപ്പോഴാണ് അത് സ്ഥിരീകരിച്ചു വരുന്നത്. ശരിക്കും പറയാം, മെയ് 14 ഇവർ ആക്രമണം നടത്തിയായിരുന്നു. ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഈ മുഹമ്മദ് സിൻവറിന് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറഞ്ഞു. പക്ഷെ സ്ഥിരീകരിച്ചത് ഇപ്പോഴാണ് അല്ലേ? അപ്പൊ അന്നേ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കാം ഇയാളല്ലേ? 12-13 ആ സമയത്താണ് ഈ ആക്രമണം നടക്കുന്നത്.
അപ്പോൾ എന്തായാലും ഈ പറയുന്ന 75 ജനിച്ച ഇയാൾ ഏതാണ്ട് 50 വയസ്സുള്ള ഒരാളൂടെ കൊല്ലപ്പെടുന്നതോടുകൂടി ഏതാണ്ട് ഹമാസിന്റെ നേതൃനിര പൂർണ്ണമായിട്ടും അസ്തമിച്ചു. ഇനി ഹമാസിനെ പിടിച്ചിരിക്കാൻ പറ്റുമോ? അല്ല, ഹമാസിന്റെ ആരെങ്കിലും ഖത്തറിലുണ്ടാവുമല്ലോ ഈ നീന്തൽക്കുളമൊക്കെ ആയിട്ട് അവിടെ വിരലിലുണ്ടാവുന്ന നേതാക്കളെ. അതല്ലാതെ ഇപ്പൊ അങ്ങനെ കൊള്ളാവുന്ന നേതാക്കളോ അറിയപ്പെടുന്ന നേതാക്കളോ ഒന്നുമില്ല. ഗാസയിൽ ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ രൂക്ഷമാണ്. ഗാസ പിടിച്ചിട്ടേ ഇനി നിർത്തുന്നുള്ളൂ എന്ന് നെതന്യാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ട്രംപ് ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല. ട്രംപിന് അവിടെ ഗാസയിൽ റിവേറയൊന്നും പണിയിൽ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.